മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ സദസ്സിൽ ആളൊഴിയാൻ തുടങ്ങിയിരുന്നു. പ്രധാന ചർച്ചാ വിഷയമായ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ വേദിയുടെ മുൻനിരയിൽ മാത്രമായിരുന്നു കേൾവിക്കാർ. 3500 പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നുവെങ്കിലും വിവിധ ദേവസ്വം ജീവനക്കാർ മടങ്ങിയതോടെ പകുതിയിൽ താഴെ മാത്രമായി പങ്കാളിത്തം. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ 623 പേർ മാത്രമാണ് വേദിയിലെത്തിയത്. ദേവസ്വം ബോർഡ് പറയുന്നതനുസരിച്ച് 2000-ലധികം ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരെ കൂട്ടിയായി ആകാം അത്തരത്തിലുള്ള ഒരു കണക്ക് പറയുന്നതാണ് അനുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി വരുമ്പോൾ പോലും പിൻഭാഗത്തൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ പുറത്തു നിന്ന ജീവനക്കാരെയൊക്കെ ദേവസ്വം ബോർഡ് ജീവനക്കാരെയൊക്കെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറ്റി. സീറ്റിൽ ആളിരുന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് വന്നത്. ഈ 4000-ഓളം പേരോ 3000-ഓളം പേരോ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ഈ സമാപന സമ്മേളനം നടക്കുമ്പോൾ എവിടെ വിജയവിശ്വാസിനെ പോലെ മലയാളത്തിലെ ഏറ്റവും വീരമണിയെ പോലെ ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയ പ്രഗത്ഭരായ ഗായകർ പാടാൻ നിൽക്കുമ്പോൾ ആ വേദിയാണ് ഇങ്ങനെ ശുഷ്കമായി കിടക്കുന്നത്.